ടോപ്പ് സിംഗറിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാർക്ക് വോട്ട് ചെയ്യാൻ MMC ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഏനീതൊന്നും അറിഞ്ഞതേയില്ലേ പുന്നാരപ്പൂങ്കുയിലേ. ഏനുണ്ടോടി അമ്പിളി ചന്തം, ഏനുണ്ടോടി താമര ചന്തം, ഏനുണ്ടോടി മാരിവിൽ ചന്തം, ഏനുണ്ടോടി മാമഴ ചന്തം. കമ്മലിട്ടോ പൊട്ടു തൊട്ടോ ഏനിതൊന്നും അറിഞ്ഞതേയില്ലേ പുന്നാരപ്പൂങ്കുയിലേ. ഏനുണ്ടോടി അമ്പിളി ചന്തം, ഏനുണ്ടോടി താമര ചന്തം. തൈലം പുരട്ടാന്ന് എന്തിനാവോ ഏതിനാവോ നീ മഹിമായെല്ലാം അറിഞ്ഞിട്ടും മിണ്ടാതെ നിൽക്കണല്ലേ. ഏനുണ്ടോടി അമ്പിളി ചന്തം, ഏനുണ്ടോടി താമര ചന്തം, ഏനുണ്ടോടി മാരിവിൽ ചന്തം, ഏനുണ്ടോടി മാമഴ ചന്തം. കമ്മലിട്ടോ ഏനിതൊന്നും അറിഞ്ഞതേയില്ലേ പുന്നാരപ്പൂങ്കുയിലേ. ഇന്നത്തെ നമ്മുടെ ടോപ്പ് സിംഗറിന്റെ എപ്പിസോഡ് ഒരേ സമയം നല്ല എന്റർടൈനിങ്ങും അതിനോടൊപ്പം തന്നെ നമ്മളെ എല്ലാവരെയും കുറച്ച് ടെൻഷൻ എടുപ്പിക്കുന്നതും കൂടിയാണ്. നമ്മുടെ ടോപ്പ് സിംഗറിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് പോകാൻ സമയമായിരിക്കുകയാണ്. അടുത്ത ലെവലിലേക്ക് നമ്മുടെ ഷോയും പെർഫോമൻസുകളും ഒക്കെ മാറുന്ന സമയത്ത് അനിവാര്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ടോപ്പ് സിംഗർ അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ആരൊക്കെയായിരിക്കും ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ഈ ജേർണിയിൽ നമ്മുടെ കൂടെ ഉണ്ടാവുക എന്ന് നമ്മൾ ഇന്നറിയാണ്. ആരൊക്കെയായിരിക്കും കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ ഈ കോമ്പറ്റീഷൻ ഇനി തീരുന്നത് വരെ നമ്മുടെ ഫിനാലി ഘട്ടം വരെ നമ്മുടെ അടുത്ത് നിന്ന് കുറച്ച് നേരം മാറി നിൽക്കുക എന്നുള്ളതും നമ്മൾ ഇന്ന് അറിയാൻ പോവാണ്. പ്രേക്ഷകർ വളരെയധികം എക്സൈറ്റഡ് ആണെന്ന് എനിക്കറിയാം. ഇന്നറിയാം നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 6 അടുത്ത ലെവലിലേക്ക് നമ്മളോടൊപ്പം ആരൊക്കെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അതൊക്കെ അറിയുന്നതിന് മുന്നേ, പാട്ടുകളൊക്കെ കേൾക്കുന്നതിന് മുന്നേ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാരെ വെൽക്കം ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് വെൽക്കം MJ അങ്കിൾ, ഉണ്ണി അങ്കിൾ ആൻഡ് ആര്യ ചേച്ചി. വെൽക്കം. റെഡി അല്ലേ പാട്ട് കേൾക്കാൻ?
എനിക്കിപ്പോ ബാബുക്കാനെ വേണം. ഇപ്പൊ തരും ഞാൻ. ഇപ്പൊ വേണം. കോഴിക്കോട് വരെ പോണോ? ശരിയാക്കി തരാം. ശരിയാക്കി തരാമെന്ന് ഇച്ചിരി വാശി കൂടുന്നുണ്ട്. പക്ഷെ MJ അങ്കിൾ എപ്പോഴും പറയുന്ന കാര്യ ബാബുക്ക റൗണ്ട് ആണ് ഏറ്റവും ഇഷ്ടം. അത് കേൾക്കുന്ന സമയത്ത് കുറെ ഓർമ്മ വരും, കുറെ നൊസ്റ്റാൾജിയ വരും എന്നൊക്കെ. അതെ, നൊസ്റ്റു. അങ്ങനെ നൊസ്റ്റു വരുന്ന ഒരു പാട്ടുമായിട്ടാണ് ഒരാൾ വരുന്നത്. പക്ഷെ നമ്മൾ എന്നും കാണുന്ന ഒരാളല്ല ഇത്. ആരാ അത്? നമ്മുടെ എസ്തർ കുട്ടിയാണ് പാട്ട് പാടാൻ എത്തുന്നത്. പക്ഷെ വേറെ രൂപത്തിലും വേറൊരു ഭാവത്തിലുമാണ് എത്തിയിരിക്കുന്നത്. ലെറ്റ്സ് വെൽക്കം നമ്മുടെ എസ്തർ കുട്ടി ഓൺ സ്റ്റേജ്. കണ്ടോ? ഖദീജയാണോ? പാത്തുവാണോ? പാത്തുവാണോ? ആരാണോ? അയ്യോ, നല്ല രസമുണ്ടോ നിന്നെ കാണാൻ? ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നു. ഒട്ടും മനസ്സിലാവുന്നില്ല. അതെ, വേറൊരാള്. ആ കണ്ണൊന്നും ചെപ്പിക്കേ നോക്കട്ടെ. ആ രസമുണ്ട്. അയ്യോ, അതിങ്ങനെ ഇരിക്കുവാ. പാട്ട് ഏതാണ്? വെളുക്കുമ്പോ കുളിക്കുവാൻ പോരുന്ന വഴി വക്കിൽ. വേലിക്കൽ നിന്നവനെ അതെ. കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ട് എന്നോട് കിന്നാരം പറഞ്ഞവനെ. നല്ല അടി കൊടുക്കണ്ടേ? രാവിലെ 5:30 മണിക്ക് കഴിച്ചു. എത്ര മണിക്ക് എണീക്കും? ഇവിടെ ഉള്ളപ്പോ 6 മണിക്ക് അമ്മ എണീപ്പിക്കും. ഇവിടെ അപ്പൊ ഇല്ലാത്ത പുള്ളിക്കാരന് സമാധാനായി. 6 മണിക്ക് വന്നാൽ മതി. 4 മണിക്ക് അടിച്ചാലേ 5 മണിക്ക് വേലിക്കൽ നിൽക്കാൻ പറ്റും. മീനൂട്ടി എത്ര മണിക്ക് എണീക്കും? ഞാൻ എപ്പോഴും 10 മണിയൊക്കെ കഴിയും. ആണാ? അപ്പൊ കാമുകൻ ഭയങ്കര ഹാപ്പി. സെറ്റ്. ആരിക്കുട്ടിയാ? ഞാൻ ഒരു 5 ആവുമ്പോ എഴുന്നേക്കും. ആണോ? ഭർത്താവ് എന്ത് ഈ സമയത്ത്? ഭർത്താവ് ഉറങ്ങും. ഭർത്താവെന്ന് പറഞ്ഞോടരുത്. ഇല്ല, ഞാൻ ഇപ്പൊ എനിക്ക് കൊറേ സെറ്റായി, യൂസ്ഡ് ആയി, ഭാഗ്യം, ഭേദമായി കൊറേ. ഉണ്ണിച്ചേട്ടൻ എത്ര മണിക്ക്? 6 മണി. 6 മണി. അപ്പൊ ചേച്ചി എന്ത് ഉറക്കമായിരിക്കും? അല്ല, കുറച്ച് ഏകദേശം ഒരു 6:30 ആകുമ്പോഴേക്കും എണീക്കും. MJ sir എത്ര മണിക്ക് എണീക്കും? എന്റെ കാര്യം ചോദിക്കരുത്. പല ദിവസവും പല പോലെ ഇരിക്കും. ഞാൻ വീട്ടില് ഒരു പണി ഇല്ലാതിരിക്കുകയാണെങ്കിൽ 9-9:30 എണീക്കുള്ളൂ. ഗുഡ് ബോയ്. അതുവരെ ഉറങ്ങാൻ പറ്റുമോ? അതുവരെ ഉറങ്ങും. ആണോ? ഞാൻ പറയുന്നത് പറഞ്ഞാൽ മാരിനേഷൻ ടൈമാണ്. അല്ലെങ്കിൽ ശരിക്കും ഒരു 6-6:30 ആകുമ്പോഴത്തേക്കും. ഇവിടെ വരാനുള്ള ദിവസം 6:30 റെഡി. അതപ്പോ ഞാനും അങ്ങനെ തന്നെ 6 o'clock. ബാബുക്കാനെ പാട്ടാകുമ്പോഴത്തേക്ക് എഴുതിയിരിക്കുന്നത് പി ഭാസ്കരൻ സാർ. പാടിയത് AP കോമളമ്മ. സിനിമ കുട്ടിക്കുപ്പായം. വർഷം 1964. എസ്തർ കുട്ടി, അപ്പൊ നന്നായി പാടണം. ഓൾ ദ ബെസ്റ്റ്. നമ്മുടെ പ്രേക്ഷകര് പാട്ട് കേൾക്കുകയും എൻജോയ് ചെയ്യുകയും ചെയ്യുന്നതിന്റെ കൂടെ തന്നെ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് നമ്മുടെ എസ്തർ കുട്ടിക്ക് വോട്ട് ചെയ്യുക. അപ്പൊ പാട്ട് കേൾക്കാം അല്ലേ? കുളിക്കുവാൻ പോരുന്ന വഴി വക്കില് വേലിക്കൽ നിന്നവനെ, കൊച്ചുക്കിളി ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ടെന്നോടു കിന്നാരം പറഞ്ഞവനെ, എന്നോടു കിന്നാരം പറഞ്ഞവനെ. വെളുക്കുമ്പോ കുളിക്കുവാൻ പോരുന്ന വഴി വക്കില് വേലിക്കൽ നിന്നവനെ, കൊച്ചുക്കിളി ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ടെന്നോടു കിന്നാരം പറഞ്ഞവനെ, എന്നോട്
കുളിക്കുവാൻ പോരുന്ന വഴിവക്കില് വേലിക്കൽ നിന്നവനെ കൊച്ചു കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവനെ എന്നോട് കിന്നാരം പറഞ്ഞവനെ കളിയാടും സമയത്ത് മറ്റാരും കാണാതെ കാണിയത് കഴിച്ചില്ലേ എന്നെ കാണിയത് കഴിച്ചില്ലേ ചെറുപുതുക്ക പെണ്ണുങ്ങൾ വന്നു പുത്തിളങ്ങി പൂക്കൾ കൊണ്ട് പതക്കങ്ങൾ അണിയിച്ചില്ലേ എന്നെ പതക്കങ്ങൾ അണിയിച്ചില്ലേ വെളുക്കുമ്പോ കുളിക്കുവാൻ പോരുന്ന വഴിവക്കിൽ വേലിക്കൽ നിന്നവനെ കൊച്ചു കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവനെ എന്നോട് കിന്നാരം പറഞ്ഞവനെ സൂപ്പർ. നമസ്കാരം പാത്തുമ്മ. നമസ്കാരം. നമസ്കാരം. ഈ ഒരു പാട്ട് കേട്ടാൽ ആകെ ഒരു സന്തോഷമാണ്. ഞങ്ങൾ മൂന്നാളും കൂടി ഇങ്ങനെ അറമാദിക്കായിരുന്നു. അതൊരു പക്ഷെ ആ ഋതത്തിന്റെ ഒരു സുഖമായിരിക്കാം. Yes. ഒരു കുതിര, ഞങ്ങള് പഴയ കാലങ്ങളൊക്കെ ഓർത്തോ? അതെ, കുതിരക്കുളമ്പടി. ആ മരച്ചോട്ടിൽ നിന്നത്, ആ, yes. മാങ്ങ കടിച്ചത്, അതെ. കിന്നാരം പറഞ്ഞത്. അതെ. Yes. ചേട്ടാ അത് അഞ്ചരക്കായിരുന്നോ? ആ, അതാ ചെറുക്ക്. ഗംഭീരം. താങ്ക് യു. ശരിക്കും നമ്മള് ഓരോരോ ലൈനും എൻജോയ് ചെയ്തു. ലിറിക്സിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ. കിന്നാരം പറയുമ്പോഴും കട്ടിച്ചുകൊണ്ട് പറയുന്നതും ഒക്കെ അതിന് ആ ഒരു ആക്സന്റ് കൊടുത്ത് ഭംഗിയായി പാടി മോളെ. താങ്ക് യു സർ. ഞങ്ങൾക്ക് ശരിക്കും എൻജോയ് ചെയ്തു. അതാ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ ആ പാട്ടില്. ആ ഹാപ്പിനെസ് ശരിക്കും പ്രൊജക്ട് ചെയ്തു. കളിയാടും സമയത്ത് മറ്റാരും കാണാതെ കാണിയത് കഴിച്ചില്ലേ എന്നെ കാണിയത് കഴിച്ചില്ലേ ചെറുപുതുക്ക പെണ്ണുങ്ങൾ വന്നു പുത്തിളങ്ങി പൂക്കൾ കൊണ്ട് ഈ പാട്ടിനത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമായി കേട്ടിട്ട്. ആൻഡ് വളരെ റിലാക്സ്ഡ് ആയിട്ട് പാടുന്നത്, എൻജോയ് ചെയ്തിട്ടാണ് പാടുന്നത്. പിന്നെ എക്സ്പ്രഷൻ, ഓരോ വരികൾക്കും എക്സ്പ്രഷൻ കൊടുക്കുന്നുണ്ട്. അത് മോളൊരു ഡാൻസറും കൂടി ആയോണ്ടായിരിക്കും. കുറച്ചും കൂടിയൊക്കെ ഒന്ന് മൂവി ആയിരുന്നു. മൂവി അമ്മ മൂവി ഉണ്ടാ അമ്മ ഈ പാട്ട് തെറ്റും അമ്മയുടെ എനിക്ക് നോക്കണ്ട, നോക്കേ വേണ്ട. വിഭ്രാന്തി ഗേൾസ്, വാട്ട് ഇസ് ദിസ്? എനിക്ക് ഭയങ്കര ഇഷ്ടമായി മോളെ. താങ്ക് യു സർ. ബ്യൂട്ടിഫുൾ. താങ്ക് യു. ഞാൻ കേട്ടിട്ടുള്ളതാണ് ബാബുരായ മാസ്റ്റർ പല പാട്ടുകളും ഓരോ പ്രൊഡ്യൂസേഴ്സിന്റെയും ഡയറക്ടേഴ്സിന്റെ ഒക്കെ വീട്ടിലേക്ക് സൈക്കിൾ ഓടിച്ചിട്ട് പോയിട്ടാണ് അത്ര കമ്പോസ് ചെയ്തിട്ടുള്ളത്. അന്നത്തെ കാലത്ത് ഞാൻ സൈക്കിളിൽ പോയിട്ട് റെക്കോർഡിങ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ 80s ആദ്യം സൈക്കിളിൽ പോയപ്പോ എനിക്കൊരു മാനക്കേട്. അങ്ങനെ നെക്സ്റ്റ് ടൈം കുറച്ചും കൂടി സ്റ്റൈലാക്കി ഒരു ഓട്ടോറിക്ഷയിൽ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്കൂട്ടറിൽ പോയി. പിന്നെയാണ് കാറ്. അത് 84-ലാണ് കാറ് വാങ്ങുന്നത്. കുട്ടൻ ചെയ്തിട്ടുണ്ടോ? സൈക്കിളിൽ പോയിട്ട് കമ്പോസ് ചെയ്തു. ഞാൻ സൈക്കിളിൽ ട്യൂഷന് പോയിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ രാവിലെ 5 മണിക്ക് 4:30 മണിക്കൊക്കെയാണ്. അടുത്തൊരു കാര്യം ചോദിക്കട്ടെ. Yes. അപ്പൊ അത്ര ചെറുപ്പത്തില് സൈക്കിൾ ഓടിച്ച് പോയി എന്ന് അറിഞ്ഞില്ലേ? അപ്പൊ ആ പ്രായത്തിൽ ഉണ്ണിയങ്ങളുടെ മനസ്സ് പാട്ട് തന്നെയായിരുന്നോ? അല്ല, ഞാൻ വർക്ക് ചെയ്തിരുന്നല്ലോ, ഹെവി വെഹിക്കിൾസ് ഫാക്ടറിയിൽ വർക്ക് ചെയ്തിരുന്നു. അത് ഇതായിരുന്നു പാഷൻ അല്ലേ? അത് റിസൈൻ ചെയ്ത് തെമ്മാടിത്തരം ചെയ്താണ്. എന്തൊരു അഹങ്കാരം അല്ലേ. ചേട്ടാ ലവ് ലെറ്റർ എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ട്. യെസ്. ഇഷ്ടം പോലെ ഒന്നുമില്ല, ഭാര്യക്ക് മാത്രമേ എഴുതിയിട്ടു. ചേച്ചി എഴുതാറുണ്ടോ? ചേച്ചി എഴുതാറുണ്ടോ? ആ, എഴുതാറുണ്ട്. ഇപ്പോഴും ഉണ്ടാവും ലെറ്റേഴ്സ് ഒക്കെ. സോ സ്വീറ്റ്, നല്ല രസമുണ്ട്. വെരി സ്വീറ്റ്. നിന്നോട് എനിക്ക് തോന്നി ഇന്ന് മൊത്തം ആക്ഷൻ സോങ്ങാ. പണ്ട് കുഞ്ഞുങ്ങളൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട്. അതായത് മുറ്റത്തെ പൂക്കളത്തിൽ അതിലെ കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ട് എന്നോട് കിന്നാരം പറഞ്ഞവനെ. രസമുണ്ട് കേട്ടോ അത്. താങ്ക് യു. അതെ, എന്തൊക്കെയാ ഒന്നുകൂടെ കാണാൻ പറ്റുമോ? എംജിയുടെ ജിന്ത ജിന്ത ഇതാണത്. ചിന്ത ചിത്ത 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 ചിന്ത ചിത്ത 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 ചിത്ത. അത് അതിന്റെ പ്രത്യേകത ഉണ്ട്. അപ്പൊ ആക്ഷൻ സോങ് ഒന്നുകൂടെ കാണിക്കാമോ? അതൊന്നുകൂടെ കാണാനുള്ള കൊതി കൊണ്ടാ. വെളുക്കുമ്പോ കുളിക്കുവാൻ പോരുന്ന വഴിവക്കിൽ വേലിക്കൽ നിന്നവനെ കൊച്ചു കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവനെ എന്നോട് കിന്നാരം പറഞ്ഞവനെ.
ആ ചുഴിയില്ലേ അത് കൂടെ ഇംപ്രസ് ചെയ്യണം. കൊച്ചു കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ടെന്നോടു കിന്നാരം പറഞ്ഞവനെ, എന്നോടു കിന്നാരം പറഞ്ഞവനെ. ആഹാ. ഉഗ്രൻ. പിന്നെ ബിരിയാണി എന്ന് പറഞ്ഞല്ലോ ഒരു സ്ഥലത്ത്. ഉച്ചയ്ക്ക് ബിരിയാണി കിട്ടിയാൽ നന്നായിരുന്നു എന്ന് രാകേഷിനോട് പറഞ്ഞാണ്. ആദ്യം ബിരിയാണി വച്ചില്ലേ നാനിനെ ബിരിയാണി. ഇതിന് ഇടയ്ക്ക് ഒരു കാനയത്ത് വരുന്നുണ്ടല്ലേ, അത് ശരിക്കും ഈ മാപ്പിള ശൈലിയിൽ പറയുന്ന എന്താണ് നിക്കാഹ് എന്ന് പറയില്ലേ, കല്യാണം, വിവാഹം, അല്ലെ മംഗലം എന്നൊക്കെ പറയില്ലേ, ഒരു വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നതിനാണ് കാനയത്ത് കഴിച്ചില്ല എന്നുള്ളത്. അപ്പൊ കുഞ്ഞായിരിക്കുമ്പോഴും അന്ന് വെറുതെ കളിക്കെങ്കിലും കാനയത്ത് അന്നേ കഴിച്ചില്ലേ എന്നുള്ള രീതിയിലാണ്. അപ്പൊ അത് ഭയങ്കര രസമാണ്. അത് കാനോത്ത് എന്ന് പറയത്തുണ്ട്, കാണോത്ത് എന്നൊക്കെ പറയാറുണ്ട് കാനയത്ത് എന്നുള്ളത്. അപ്പൊ അത് ഭയങ്കര രസമുള്ള ഒരു വാക്കാണ് ഈ പാട്ടിൽ, സാധാരണ പാട്ടുകളിൽ ഇല്ലാത്തത്. പിന്നെ ഈ പാട്ടിൽ മൊത്തം കുറെ ളാ കളിയുണ്ട്, ളകാരം വെച്ചുള്ള മൊത്തം പരിപാടികളാണ്. അപ്പൊ ആ ളാ ഒക്കെ എവിടെയൊക്കെ വരുന്നോ അവിടെയൊക്കെ ഒന്ന് സ്ട്രെസ് ചെയ്താൽ നന്നായിരിക്കും. വെളുക്കുമ്പോ, കുളിക്കുവാൻ, പിന്നെ കിളിച്ചുണ്ടൻ, കളിവാക്ക്, കളിച്ചതും, പിന്നെ കദളി, കളിപ്പുര, കളിയാടും, അരളി. ഓക്കെ, അപ്പൊ ആ ളാ ഒക്കെ അങ്ങനെ സ്ട്രെസ് ചെയ്താൽ സൂപ്പറായിരിക്കും. ഓക്കെ, അപ്പൊ എസ്തർ ബേബി എന്തോ മൊത്തത്തിൽ ആ ഒരു അക്ഷരത്തിന്റെ മേളിലുള്ള ഒരു ഗ്രിപ്പ് കുറവായിരുന്നു എന്ന് തോന്നി. മിടുക്കിയായിട്ട് പാടി. ആ കോസ്റ്റ്യൂമും ആ പ്രസന്റേഷനും എക്സ്പ്രഷൻസ് ആണ് എനിക്ക് ഇന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ആ കോസ്റ്റ്യൂമിൽ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് എസ്തർ ബേബി. നന്നായിരിക്കും. വരാം ഉണ്ണിക്കൾ. കൊലുസിളകിയ കൊഞ്ചലാണിവൾ, മധുമഴയുടെ തുള്ളിയാണിവൾ, വന്നിറങ്ങി നീ വിൺമലക്കു പോലൻ മൻസിലിൽ. ചെയ്ത് കാണിച്ചാ മതിയോ? ഞാൻ വാടകയ്ക്ക് എടുത്തു തരാം. ആയിക്കോട്ടെ ഉണ്ണിയങ്ങൾ. കിന്നാരം പറഞ്ഞവനെ കഴിഞ്ഞിട്ടൊരു എന്നോട് ഉണ്ട്. ആ എന്നോട് പോലെ എന്നോട് ബിരിയാണി വെച്ചില്ലേ നമ്മള്, ആ വരുന്ന ഭാഗങ്ങൾ എപ്പോഴും കൺസിസ്റ്റന്റ് ആയി വന്നില്ല എന്ന് തോന്നി. ഓക്കെ, അതാണ് മെയിനായിട്ട് ശ്രദ്ധിച്ചത്. പിന്നെ ഒരുമിച്ച് കളിച്ചതും ഒരുമിച്ച് വളർന്നതും അത് MJ സാർ പറഞ്ഞു. അതിന്റെ ബ്രെത്തും അവസാനം കിട്ടാതായിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് തോന്നിയത്. എന്തായാലും ലിറിക്സ് നല്ല നല്ല രസമായിട്ട് പഠിച്ചിട്ടുണ്ട് എസ്തർ ബേബി കേട്ടോ. വെരി ഗുഡ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. മാർക്ക് അറിയാം നമുക്ക്. ഇന്നത്തെ പാത്തുവിന്റെ മാർക്ക് 98 ആണല്ലോ. ഓക്കെ, 98 out of 100 for എസ്തർ ബേബി. All the best എസ്തർ കുട്ടി. ബൈ. ഇന്നു കരക്കാരു നമ്മെ ചൊല്ലി കളിയാക്കി പറഞ്ഞാലും കരളിനു കുളിരാണ്. ഉണ്ണിയങ്കിൾ അവിടെ ഇങ്ങനെ വെറുതെ ഇരുന്നാൽ മതിയോ? ഞങ്ങൾക്ക് ഇടയ്ക്കൊക്കെ ഒരു പാട്ട് പാടി തരണ്ടേ? ഒത്തിരി പേര് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഉണ്ണിയങ്കളുടെ ഒരു പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് ഒരു പാട്ട് പാടിത്തരോ? അപ്പൊ വെൽക്കം ഉണ്ണിയങ്കിൾ ഓൺ സ്റ്റേജ്. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി ഇടയന്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം തണ്ടിലൂടോഴ
മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി. ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടം എളിവാതിൽ പഴുതിലൂടൊഴുകി വന്നു. ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടം കിളിവാതിൽ പഴുതിലൂടൊഴുകി വന്നു. ആരാരുമറിയാത്തൊരാത്മാവിൻ തുടിപ്പു പോലാലോലം ആനന്ദ നൃത്തമാർന്നു. ആലോലം ആനന്ദ നൃത്തമാർന്നു. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി. അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി. ഒരു കുടന്ന നിലാവിൻ്റെ കുളിരുക്കോറി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ. ഇന്ന് നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 6ന്റെ പുതിയൊരു എപ്പിസോഡ് തുടങ്ങുമ്പോൾ നമ്മുടെ പ്രേക്ഷകരെയും നമ്മളെ എല്ലാവരെയും കാത്തിരിക്കുന്നത് ഒരുപാട് നല്ല നല്ല മൊമെന്റ്സ് ആണ്. ഒരുപാട് പ്രതീക്ഷകളുള്ള, ഒരുപാട് ടെൻഷനുള്ള കുറെ മൊമെന്റ്സ് ആണ്. കാരണം ടോപ്പ് സിംഗർ സീസൺ 6 അതിന്റെ ഗ്രാൻഡ് ഫിനാലെ ഘട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പ്രേക്ഷകർക്കും നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേജ് ആണ്. അതാ നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 6ലെ ഇതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസ് എല്ലാം അവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. കാരണം ഇനി അടുത്ത നമ്മുടെ സ്റ്റേജിലേക്ക്, ഒരു പ്രീ ക്വാർട്ടർ സ്റ്റേജിലേക്ക് നമ്മളോടൊപ്പം ആരൊക്കെയായിരിക്കും ടോപ്പ് സിംഗർ സീസൺ 6ന്റെ ഈ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള യാത്രയിൽ നമ്മളോടൊപ്പം ഉണ്ടാവുക എന്ന് നമ്മൾ ഇന്ന് അറിയാൻ പോവാണ്. ഇന്ന് നമ്മൾ അവരെ സെലക്ട് ചെയ്യാൻ പോവാണ്. ബാക്കി കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ നമ്മുടെ ജഡ്ജസിനോട് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. MJ അങ്കിൾ, മീനുകൂടാ, എന്തോ ഒരു മത്സരം എന്ന് പറയുമ്പോഴേ അതിൽ പല പല ഘട്ടങ്ങളുണ്ടാവും. ഇറ്റ്സ് ലൈക്ക് എ ഗെയിം. അപ്പോൾ ഇപ്പോൾ സ്നേക്ക് ആൻഡ് ലാഡർ പോലെ മേളിലോട്ട് പോവും, പിന്നെ താഴോട്ട് വരും, പിന്നെ മേളിലോട്ട് പോവും, അങ്ങനെയാണല്ലോ. അതെ, ഇങ്ങനെ ഇങ്ങനെ വേവ് പോലെ പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതം പോലെ തന്നെയാണ് ഇതിൻ്റെ ലാഡറും പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതൊരു ഘട്ടമാണ്. ഈ ഘട്ടത്തിൽ നമ്മുടെ കൂട്ടുകാർ കുറേ പേര് മുന്നോട്ട് പോകും. ചില ആൾക്കാർ ഈ ബസ്സിൽ നിന്ന് ഇപ്പോൾ തൽക്കാലത്തേക്കൊന്ന് ഇറങ്ങും, എന്നിട്ട് പിന്നെയും നമ്മുടെ കൂടെ വരും. അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ ആ ഘട്ടത്തിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും ഇതൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നതാണോ എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെടുന്നതല്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ നമ്മുടെ കൂടെ തന്നെ ആയിരിക്കണം എല്ലാ സമയവും. ഇവിടെ ആരോടും പ്രത്യേകത, നമുക്ക് പ്രത്യേക മമതയോ പ്രത്യേകമായ ഇഷ്ടമോ അല്ല. ഈ കുഞ്ഞുങ്ങളുടെ അടുത്ത് എല്ലാവർക്കും ഒരേ രീതിയിലുള്ള സ്നേഹവും ഒരേ രീതിയിലുള്ള കാഴ്ചയുമാണ് നമുക്ക് 3 പേർക്കും മധുവിനും ഉള്ളത്. ടോട്ടലി ഇമ്പാർഷ്യൽ ആയിട്ടുള്ള ഒരു സ്നേഹമാണ് നമ്മളിവിടെ കൊടുക്കുന്നത്, ജഡ്ജ്മെൻ്റ് അല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഘട്ടത്തിൽ ആരൊക്കെ നമ്മുടെ കൂടെയുണ്ട് അല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകും എന്നുള്ളത് നമുക്ക് തീരുമാനിക്കേണ്ട സമയമായിരിക്കുന്നു. ആ സമയം വന്നു ചേർന്നിരിക്കുന്നു. ഒരു റിയാലിറ്റി ഷോ, നമ്മുടെ ടോപ്പ് സിംഗർ എന്ന റിയാലിറ്റി ഷോ എടുത്തു കഴിഞ്ഞാൽ, ഏത് റിയാലിറ്റി ഷോ ആയാലും ഏറ്റവും ഒരു എന്താ പറയുക, നമുക്ക് മനസ്സുകൊണ്ട് അയ്യോ ഈ സ്റ്റേജ് എത്തണ്ടായിരുന്നു എന്ന് തോന്നുന്ന ഒരു സ്റ്റേജാണ് ഇത്. ഈ സ്റ്റേജിൽ എത്തുമ്പോൾ നമുക്ക് ജഡ്ജസ് ആയിരിക്കുന്ന നമുക്ക് പ്രത്യേകിച്ചും തോന്നും, എന്തിനാണ് അങ്ങനെ ഒരു സ്റ്റേജ്, എല്ലാവരെയും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയിക്കൂടെ എന്ന് തോന്നിപ്പോകും. എനിക്കത് മാനസികമായിട്ട് അംഗീകരിക്കാൻ പറ്റാത്തൊരു സംഭവമാണത്. ഇപ്പം MJ ഒക്കെ അങ്ങനെ പറഞ്ഞെങ്കിലും കൂടിയിട്ട് എനിക്കിത് വളരെ ഒരു വിഷമമുണ്ടാക്കുന്നൊരു കാര്യമാണ്. ഞാൻ വല്ലപ്പോഴും
ഇവിടെ വന്നിരിക്കുന്ന ഒരാളാണ്. പക്ഷെ എനിക്കത് വളരെ വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ വരുന്ന ദിവസം തന്നെ ഇത് വേണ്ടായിരുന്നു. നിങ്ങളുടെ നമുക്ക് എല്ലാ കാര്യത്തിലും ഒരു ടാസ്ക് ഇല്ലേ ഉണ്ണിച്ചേട്ടാ? നമുക്കൊരു ടാസ്ക് ഉണ്ട്. നമുക്ക് ഒരു ടോപ്പ് സിംഗറിനെ നമ്മൾ കണ്ടു. അറിയാം, അതൊക്കെ അറിയാം. അതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അല്ല, ഉണ്ണിച്ചേട്ടനോട് ഒരു അഭിപ്രായ വ്യത്യാസം അല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, ഒരു സമന്വയമാണ്. ഇതുവരെ നമ്മൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം, ഇത് അഭിപ്രായ വ്യത്യാസം അല്ല, അഭിപ്രായ വ്യത്യാസം വരുന്നത് സ്വാഭാവികമാണ്. നമ്മളിപ്പം ഒരേ ഇതിൽ തന്നെ ജഡ്ജ്മെന്റിൽ തന്നെ എനിക്കൊരു അഭിപ്രായം ഉണ്ടാവും, ആര്യക്ക് വേറെ അഭിപ്രായം ഉണ്ടാവും, കൂട്ടന് വേറെ അഭിപ്രായം ഉണ്ടാവും. അതൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇറ്റ് ഗോസ് വിത്ത് എ സോങ്. യെസ്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മൾ ടാസ്ക് എന്നുള്ളത് അത് ചെയ്ത് തീർത്തേ പറ്റും. അല്ലേ? നമ്മൾ ആ ഘട്ടത്തിലൂടെ തന്നെ പോയേ പറ്റും. നമുക്കത് മാറ്റി വെക്കാവുന്നതല്ല. നമ്മുടെ സൗകര്യങ്ങളനുസരിച്ച് ചില ടാസ്കുകൾ നമ്മൾ ഇത്തരം ഒരു കോമ്പറ്റീഷനിൽ മാറ്റി വയ്ക്കാൻ പറ്റുന്നതല്ല എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. ഉണ്ണിച്ചേട്ടൻ പറയുന്ന കാര്യം ഞാൻ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു. രണ്ട് രീതിയിലാണ്. ഇമോഷണലായിട്ട് ഞാൻ നോക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ പോകുന്നത് എനിക്ക് സങ്കടമാണ്. പക്ഷെ അനാലിസിസ് വരുമ്പോഴത്തേക്കും, അനാലിറ്റിക് ആയിട്ട് നമ്മളത് കാണുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഈ ഏതൊരു ഗെയിം ആകുമ്പോഴും അതിൻ്റെ റൂൾസുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണം. അപ്പൊ ഈ സ്റ്റേജിൽ ഇപ്പൊ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ആരിക്കൂടെ എനിക്ക് തോന്നുന്നത് നമ്മുടെ കുറച്ച് കൂട്ടുകാർ ഈ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ ബസ്സിൽ നിന്ന് കുറച്ച് നാളത്തേക്ക് ഒന്ന് മാറി നിൽക്കുന്ന ഒരു രീതിയിലേക്ക് വരേണ്ടി വരും എന്നാണ്. അതിലെനിക്ക് ചെറിയൊരു വിഷമം. ഒരേ അടിക്ക് നമ്മളവരെ പറഞ്ഞയക്കുന്നതിലും ഒരു ഔചിത്യക്കുറവില്ലേ? നമുക്ക് ഒരു ചാൻസ് കൂടെ അവർക്ക് കൊടുത്തൂടെ? ഈ കാര്യത്തിൽ ശരിക്കും തീരുമാനം, അൾട്ടിമേറ്റ് തീരുമാനം തീർച്ചയായിട്ടും ക്യാപ്റ്റൻ എടുക്കാം. യു ക്യാൻ ഡിസൈഡ് വാട്ട് ടു ഡു. എന്തായാലും അടുത്ത ഘട്ടത്തിലേക്ക് നമ്മുടെ ഈ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6 കടക്കണം. അതൊരു കോമ്പറ്റീഷന്റെ ഭാഗമായിട്ട് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. തീർച്ചയായും അത് നമുക്ക് എന്തായാലും ചെയ്തേ പറ്റൂ. അത് ചെയ്യാതെ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. കാരണം എൻഡ് ഓഫ് ദ സീസൺ, എൻഡ് ഓഫ് ദ ഡേ നമുക്ക് ഫിനാലയിലേക്ക് കുറച്ച് കുട്ടികളെ കൊണ്ടുപോയേ പറ്റുള്ളൂ. അത് നമുക്ക് എന്താ പറയുക, അതങ്ങനെ ചെയ്യാതെ വേറെ വഴിയില്ല. നമ്മളൊരു പ്രോഗ്രാം ആകുമ്പോൾ മുന്നോട്ടേക്ക് കടന്നേ പറ്റൂ. നമുക്ക് ഒരിക്കലും ഒരു സ്ഥലത്ത് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കാൻ പറ്റില്ല. എസ്പെഷ്യലി ഇതുപോലെ ഒരു കോമ്പറ്റീഷൻ ആകുമ്പോൾ ഓരോ കുട്ടികളായാലും നമ്മൾ സെലക്ട് ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിൽ നമ്മുടെ കൂടെ വരാൻ പറ്റാത്തവരുണ്ടാവും. അത് നമുക്ക് അങ്ങനെ ചെയ്തേ പറ്റൂ. അതൊന്നിൻ്റെയും പേരിലൊരു അളവ് എടുക്കലോ തമ്മിൽ കമ്പാരിസണോ ഒന്നും അല്ല. നമ്മൾ ചെയ്ത പെർഫോമൻസിനനുസരിച്ചിട്ട് വളരെ സത്യസന്ധമായിട്ട് എന്താണോ മാർക്ക് കിട്ടുന്നത് അതിനനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ അങ്ങനെ ഒരു പ്രോസസ്സിൽ പോവാതെ നമുക്ക് മുന്നോട്ടേക്ക് കടക്കാൻ പറ്റില്ല. ഫിൽട്ടർ ചെയ്യണം. അതാണ് എക്സാക്ട്ലി MJ സർ പറഞ്ഞ പോലെ ഒരു ഫിൽട്ടർ സ്റ്റേജ് ആണ് ഈ പറഞ്ഞ പോലെ നമുക്കിപ്പം ഒരു ആവശ്യമായി വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതൊരു അനിവാര്യതയായ ഒരു ഘട്ടത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. പക്ഷെ അതേസമയം ഉണ്ണി സാർ പറഞ്ഞ പോലെ എനിക്കും ഒത്തിരി വിഷമമുണ്ട് കുട്ടികളെ ഇങ്ങനെ എന്താ പറയുക ഇനി നമ്മൾ മുന്നോട്ടേക്കുള്ള വേദികളിൽ കാണില്ല എന്ന് അറിയുമ്പോൾ. അപ്പോൾ ആസ് എ ക്യാപ്റ്റൻ എനിക്ക് രണ്ടും കൂടെ ഒരു ഒത്തുതീർപ്പ് എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഒരു ചാൻസും കൂടെ കുട്ടികൾക്ക് കൊടുക്കാം. ഞാൻ സജസ്റ്റ് ചെയ്താണ് നമുക്ക് ഒരൊറ്റ ചാൻസ് കൂടെ കൊടുക്കാം. ഒരു ചാൻസും കൂടെ കൊടുക്കാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എനിക്കൊരു സംശയമുണ്ട്. അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ അവിടെ മാറി നിൽക്കുന്ന നമ്മുടെ കൂട്ടുകാർക്കാണോ ഒരു അവസരം കൂടെ കൊടുക്കുന്നത്? എക്സാക്ട്ലി അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ മാർക്കിന്റെ ബേസിസിലാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ അതിലോട്ടേക്ക് എത്താൻ പറ്റാത്ത കുട്ടികൾക്കാണ് നമ്മൾ ഒരു ചാൻസും കൂടെ കൊടുത്തിട്ട് സെലക്ഷൻ ഒന്നും കൂടെ ചെയ്യും. രാഘുവിന്റെ അഭിപ്രായം എന്താണ് അതിനെപ്പറ്റി? സർ, ഫൈനലി ഒരു മാർക്കും ജഡ്ജ്മെന്റും എന്നൊക്കെയുള്ളത് നിങ്ങളുടെ 3 പേരുടെ കയ്യിലിരിക്കുന്ന ഒരു സംഭവമാണ്. ഇതൊരു ഷോ, ആസ് എ ഷോ ഡയറക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്, നമുക്കൊരു അവസരം കൊടുക്കുന്നുണ്ട്, തെറ്റില്ല. അത് നിങ്ങൾക്ക് 3 പേർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രോസസ്സായിട്ട് മുന്നോട്ട് പോകാമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. I think it is a yes from my part. Yes ആണ്. എനിക്കും അതേ അഭിപ്രായമാണ്. ഫെയർ ആണ് തീർച്ചയായും. ഫെയർ.
എനിക്ക് തോന്നുന്നു നമ്മുടെ ടോപ്പ് സിംഗർ തുടങ്ങുമ്പോഴും ഇപ്പോഴും ഇനി ഇത് അവസാനിക്കുമ്പോഴും നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ഏറ്റവും നല്ല, നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് എല്ലാവർക്കും തോന്നുന്ന ഒരു വിജയിയെ കണ്ടെത്തുക എന്നുള്ളതാണ്. ആ വാക്കിനാണ് പ്രാധാന്യം എന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ റിയാലിറ്റി ഷോ ആവുമ്പോൾ ഒരു വിജയിയെ നമുക്ക് ഉറപ്പായിട്ടും ആവശ്യമാണ്, അത് അത്യാവശ്യമാണ്. അതിന്റെ ബേസിലാണ് നമ്മുടെ ഷോ തന്നെ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ടോപ്പ് സിംഗറിന്റെ സ്പെഷ്യാലിറ്റി എനിക്ക് തോന്നുന്നു എപ്പോഴും നമ്മുടെ കുട്ടികളെ ഇത്രയും സ്നേഹിച്ച് അവർക്ക് കംഫർട്ടബിൾ ആവുന്ന തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ജഡ്ജ്മെന്റ് എപ്പോഴും നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്നു എന്നുള്ളത് എന്റെ ഭാഗത്തു നിന്ന് എനിക്കും വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ എനിക്ക് ഒരു വലിയ താങ്ക് യു പറയാനുണ്ട്. എനിക്ക് തോന്നുന്നു അവർക്കത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ചോയ്സ് ആയിരിക്കും. ഒരിക്കലും അവർക്ക് തോന്നില്ല ഇനിയും എന്തെങ്കിലും കൂടെ പ്രൂവ് ചെയ്യാൻ ഒരു ചാൻസും കൂടെ കിട്ടിയിരുന്നു എങ്കിൽ എന്നൊരിക്കലും അവർക്ക് തോന്നാൻ പാടില്ല. അതുകൊണ്ട് ഈ ചാൻസ് എല്ലാവരും നന്നായിട്ട് ഉപയോഗിക്കും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയല്ലേ? കൂടെ ഞാൻ അങ്ങോട്ട് നോക്കാതിരിക്കുകയാണ് കേട്ടോ. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്നെ കണ്ടു വിഷമം വരുന്നു അത്. അപ്പൊ എന്തായാലും ഇത് വളരെ ഫെയർ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ആരി പറഞ്ഞ മാത്സ് ക്യാപ്റ്റൻ എപ്പോഴും അങ്ങനെ ആയിരിക്കണമല്ലോ. അതിന് ആരിക്ക് നല്ലൊരു ഗൈഡ് കൊടുക്കാൻ തോന്നുന്നു. അല്ലെങ്കിൽ ഉണ്ണിച്ചേട്ടൻ ഞാൻ രണ്ട് തരത്തിൽ അഭിപ്രായങ്ങൾ ഇവിടെ നിന്നേനെ. ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ. അപ്പൊ MJ അങ്കിൾ, ഉണ്ണി അങ്കിൾ, ആര്യ ചേച്ചി, നമ്മൾ ഇനി അറിയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ആ ഡെസിഷൻ ആണ്, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നാള് വന്ന ആ ജേർണിയുടെ ഒരു ഫൈനൽ റിസൾട്ട് ആണ് നമ്മളിപ്പോ അറിയാൻ പോകുന്നത്. ഇനി മുന്നോട്ടുള്ള ഫ്ലവേഴ്സ് ടോപ്പ് സിംഗേഴ്സ് സീസൺ 6 അടുത്ത ഘട്ടത്തിലേക്ക് നമ്മളോടൊപ്പം ആരൊക്കെയാണ് സഞ്ചരിക്കാനുണ്ടാവുക എന്നാണ് നമ്മളിപ്പോ അറിയാൻ പോകുന്നത്. സോ റെഡി അല്ലേ എല്ലാവരും? അപ്പോൾ ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത്, നമ്മുടെ വിസ്താരയിൽ കാണാൻ പോകുന്നത് ആരൊക്കെയാണ് ഇത്ര നാള് നമ്മളോടൊപ്പം മത്സരിച്ചത്, ഇതുവരെയുള്ള റൗണ്ട്സിൽ ആരൊക്കെയാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് എന്നുള്ളൊരു മൊത്തം വിഷ്വലാണ് കേട്ടോ. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഈ 21 കണ്ടസ്റ്റൻസ് ആണ് ഇത്ര കാലം നമ്മുടെ ഈ ജേർണിയിൽ നമ്മളോടൊപ്പം എല്ലാ റൗണ്ട്സിലും ഈ ഘട്ടത്തിലും നമ്മളോടൊപ്പം മത്സരിച്ചിരുന്നത്, നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. എല്ലാ പെർഫോമൻസുകൾക്കായാലും എല്ലാം അവരവരുടെ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം പല കാരണങ്ങൾ കൊണ്ട് ആ 5 മിനിറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പല വേരിയേഷൻസ്, അല്ലാതെ നമുക്ക് കമ്പാരിസൺ ഒരിക്കലും നടത്താൻ പറ്റില്ല. 3 ആൾക്കാരും പറഞ്ഞതുപോലെ തന്നെ ചില പ്രത്യേക വേരിയേഷൻസ് കൊണ്ട് അവരുടെ സ്കോറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടാവാം. അത് എനിക്ക് ഒന്നും അറിഞ്ഞൂടാ. ഞാനും പ്രേക്ഷകരെ പോലെ, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരെയും പോലെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത്, ഇതുവരെ നമ്മൾ കാത്തിരുന്നത് പോലെ, നമ്മൾ നോക്കിയിരുന്നത് പോലെ അടുത്ത ഘട്ടത്തിലേക്ക്, ടോപ്പ് സിംഗർ സീസൺ 6 അടുത്ത സ്റ്റേജിലേക്ക് നമ്മളോടൊപ്പം ആരൊക്കെയാണ് യാത്ര ചെയ്യുക എന്നാണ് നമ്മൾ അറിയാൻ പോകുന്നത്. വിഷ്വൽസ് കാണാം. നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഇത്രയും കണ്ടസ്റ്റൻസുമായിട്ടാണ് നമ്മൾ ടോപ്പ് സിംഗർ സീസൺ 6 അടുത്ത ഘട്ടത്തിലേക്ക് യാത്ര ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ഭാഗത്തു നിന്നും ഇപ്പൊ തൽക്കാലത്തേക്ക് മാത്രം നമ്മുടെ ജേർണിയിൽ നിന്നും വിട്ടു നിൽക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്ന ആ 6 പേർക്കും നമ്മൾ ഒരിക്കൽ കൂടി ഒരു അവസരവും കൂടി കൊടുക്കാണ്. ഒരു ഗോൾഡൻ ചാൻസ് അല്ലേ? അങ്ങനെയല്ലേ? ഈ റൂൾസ് ഓഫ് ദി ഗെയിം എന്ന് പറയുമ്പോഴത്തേക്കും അത് ഇമ്പോർട്ടന്റ് ആണല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ വേൾഡ് കപ്പിൽ പ്രീ ക്വാർട്ടർ എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റേജിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മൾ ആ 6 പേർക്ക് ഏത് രീതിയിൽ പെർഫോം ചെയ്തിട്ടാണ് നമ്മൾ ഒരു പുതിയ വിലയിരുത്തലിലേക്ക് പോകുന്നത്? അതായത് ഓരോ കുട്ടിക്കും ഓരോ കംഫർട്ട് സോൺ ഉണ്ട്. അവർക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട്, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും പാടി ഫലിപ്പിക്കാൻ പറ്റുമെന്ന് അറിയുന്ന ഒരു പാട്ട് അവർക്ക് സെലക്ട് ചെയ്ത് അത് നമ്മുടെ സുശാന്ത് ഏട്ടന്റെ ഹെൽപ്പോട് കൂടെ കീസ് വെച്ചിട്ട് പാടി ഒരു പല്ലവി അനുപല്ലവി വരെ കംഫർട്ടബിൾ ആയിട്ട് പാടി അത് എത്രത്തോളം നന്നായി പാടാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ് ഈ ഒരു ഘട്ടം കൊണ്ട് ശ്രമിക്കുന്നത്. ഓരോ ആൾക്കും ഒരു അവസരമാണ് അല്ലേ? യെസ്. ഇപ്പൊ 6 പേരുടെ പേരാണ് ഇപ്പൊ വിസ്താരന്ന് ഇപ്പൊ മാറിയിരിക്കുന്നത്, അതായത് അടുത്ത ഘട്ടത്തിലേക്ക് ഇല്ലാത്തവരായിട്ട്. അപ്പോൾ മിനിമം 3 പേരെങ്കിലും ഈ ഒരു പ്രോസസ്സിലെ കൂടെ നമുക്ക് തിരിച്ച് എടുക്കാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ക്യാപ്റ്റൻ, ഐ തിങ്ക് ഇറ്റ്സ് ഫെയർ ആൻഡ് ഗുഡ് കേട്ടോ. അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നമുക്ക് നല്ലൊരു സ്റ്റിഫ് കോമ്പറ്റീഷൻ പ്രതീക്ഷിക്കാം. വെരി ഇൻട്രസ്റ്റിംഗ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അത്. നമുക്കൊരു ചാലഞ്ചും ആണ് ആരെ സെലക്ട് ചെയ്യുന്നുള്ളത്. അതെ അതെ. യെസ്. അപ്പോൾ ലെറ്റ്സ് ഗോ.
ഇപ്പൊ നമ്മൾ വിസ്താരയിൽ കാണുന്ന ഈ 6 പേരാണ് നമ്മൾ മുൻപേ ടോപ്പ് സിംഗറിൽ നിന്ന് തൽക്കാലത്തേക്ക് ഒന്ന് മാറി നിൽക്കണം എന്ന് തീരുമാനിച്ചിരുന്ന ആൾക്കാര്. അതെ. പക്ഷെ ഒരു ഗോൾഡൻ ചാൻസ് എന്ന പോലെ ഇപ്പം ഈ 6 പേർക്കും നമ്മൾ ഒരു അവസരവും കൂടെ ടോപ്പ് സിംഗർ സീസൺ 6ന്റെ ഈ വേദിയിൽ അവർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഈ വേദിയിൽ നമ്മൾ ഒരിക്കൽ കൂടി കൊടുക്കാൻ പോവാണ്. നമുക്ക് അവർക്ക് എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് പറയാം. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. ഇനി എല്ലാം Yes. അവരുടെ കയ്യിൽ തന്നെയാണ് അതെ അല്ലേ? അതെ Yes, yes. അപ്പൊ വീണ്ടും മത്സരിക്കാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. മാക്സിമം ഈ ചാൻസ് മിസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ എല്ലാവരും. ഓൾ ദ വെരി ബെസ്റ്റ്. പ്രിയപ്പെട്ടവരെല്ലാവരും കാണുന്നില്ലേ ദ പ്രിൻസസ് വിത്ത് ദ ബൗൾ, നമ്മുടെ മീനുകുട്ടി. ആ ബൗളിൽ നമ്മുടെ 6 പേരുടെയും പേരുകളുണ്ട്. അപ്പോൾ ആരാണ് പാടുക എന്നുള്ളത് വളരെ ഇമ്പാർഷ്യൽ ആയിട്ടുള്ള ഒരു സെലക്ഷന് വേണ്ടിയിട്ടാണ് ഈ പരിപാടി ചെയ്തത്. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യണ്ടേ അല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളെ വിളിക്കാം. അതെ, നമുക്ക് ആരെങ്കിലും ഒരാളെ വിളിക്കാം അല്ലേ? ശിവകാമിക്കുട്ടി വായ. റിജ്വൽ. അപ്പോൾ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ എന്ന് പറയുന്നത് നമ്മുടെ റിജ്വൽ കുട്ടനാണ്. റിജ്വൽ ദ ഉജ്വൽ. റിജ്വൽ കുട്ട വായോ, വെൽക്കം. അടുത്ത പെർഫോമൻസ് ആരാന്ന് നമുക്ക് നോക്കാം. യെസ്, അതിനായിട്ട് ഒരാളെ വിളിക്കാം അല്ലേ? ഒരാളെ വിളിക്കാം നമുക്ക്. എസ്തർ കുട്ടി ബാ. ദുർഗ. 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 വെള്ളം കൊടുക്കാം, നമ്മുടെ കുഞ്ഞിന് വെള്ളം കൊടുക്കാം. മക്കളെ റിലാക്സ് ചെയ്തോട്ടോ, റിലാക്സ് ചെയ്ത് പാടിക്കോ കേട്ടോ. പേടിക്കണ്ട. നല്ലൊരു ഡീപ്പ് ബ്രത്ത് ഒക്കെ എടുത്തിട്ട്
ടേക്ക് യുവർ ടൈം, റിലാക്സ്. ലാ 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 ലാ. ആഹാ ഹാ മന്ത്രം. ലാ 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 വിഷു പക്ഷി പോലെ കാതോട് കാതോരം തേൻ തോരുമാ മന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷു പക്ഷി പോലെ കാതോട് കാതോരം തേൻ ചോരുമാ മന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷു പക്ഷി പോലെ. കുറുമൊഴി കുറുകി കുറുകി നീ ഉണരുവരി നെൽക്കതിരിൻ തിരിയിൽ അരിയ പാൽമണികൾ കുറുകി നെന്മണിതൻ കുലകൾ വെയിലിൽ ഉലയി. കുളിരു പെയ്തിനിയ കുഴലുമൂതിനി കുറുമൊഴി ഇതിലെ വാ. ആരോ പാടിപ്പെയ്യുന്നു തേൻമഴകൾ ചിറകിലുയരും അഴകേ. മണ്ണു പൊന്നാക്കും മന്ത്രം നീ ചൊല്ലി തന്നു പൊന്നിൻ കനികൾ. കാതോട് കാതോരം തേൻ ചോരുമാ മന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷു പക്ഷി പോലെ. അപ്പൊ നമ്മള് ദുർഗക്കുട്ടിയുടെ പെർഫോമൻസ് കണ്ടു. Yes. നമുക്ക് അടുത്ത കണ്ടസ്റ്റന്റ് ആരാണെന്ന് നോക്കാം. യെസ്, ഒരാളെ വിളിക്കട്ടെ. യെസ്, ഇനി നമ്മുടെ സാരംകുട്ടൻ വാ. പാർത്ഥിവ്. ഗുഡ് മോർണിംഗ്. ഓ ഓ മഞ്ഞലയിൽ മുങ്ങിത്തോ
മീനുകൂടാ, എന്തോ അങ്ങനെ നമ്മൾ ഹാഫ് വേ സ്റ്റേജിൽ നിൽക്കാണ്. അതെ, 3 പെർഫോമൻസ് കഴിഞ്ഞു. 4ാമത്തെ ആരാണെന്ന് നമുക്ക് നോക്കണ്ടേ? നോക്കാം. നമുക്ക് ആരെ വിളിക്കാം? നമുക്ക് ശ്രീയക്കുട്ടീനെ വിളിക്കാം. ജനീലിയ. ഓ, തൊട്ടടുത്തൊരു നാളെ തന്നെ കിട്ടിയല്ലോ. മീനുട്ടാ, വി ആർ ഓൾമോസ്റ്റ് ദേർ. 4 പെർഫോമൻസസ് കഴിഞ്ഞു. ഇനി 2 പെർഫോമൻസും കൂടെ ഉണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് ആരെ വിളിക്കാം? ലോട്ട് സെലക്ട് ചെയ്യാൻ നമുക്കിനി ദിയക്കുട്ടീനെ വിളിക്കാം. ദിയക്കുട്ടീനെ വിളിക്കാം. യെസ്. എസ്തർ. എസ്തർ സജീവ്. യെസ്, എസ്തർ കുട്ടി.
ആടിവാ കാറ്റേ പാടിവാ കാറ്റേ ആയിരം പൂക്കൾ നുള്ളിവാ അന്തിപ്പൂമാനം പൊന്നൂനാളാട്ടും മന്ദാരപ്പൂക്കൾ നുള്ളിവാ. അഞ്ചാളുടെയും പെർഫോമൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. യെസ്, ഇനി ഒറ്റ ആളെ നമുക്കുള്ളൂ. ഫൈനൽ. അതാണ് നമ്മുടെ റൈക്ക. യെസ്, അമ്പത്തൂർ സിംഗം. യെസ്, വെൽക്കം റൈക്കക്കുട്ടി, വെൽക്കം. മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങൂ മണിക്കൂറുന്നേ കനവായി മിഴികളെ തഴുകാം ഞാൻ ഉറങ്ങൂ നീ ഉറങ്ങൂ മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങൂ മണിക്കൂറുന്നേ കനവായി മിഴികളെ തഴുകാം ഞാൻ ഉറങ്ങൂ നീ ഉറങ്ങൂ. പകലൊളി മായുമ്പോൾ കുളിരല മൂടുമ്പോൾ ഇരുളു വീഴും വഴിയിൽ നീ തനിയെ പോകുമ്പോൾ വിങ്ങുമീ രാത്രി തൻ നൊമ്പരം മാറ്റുവാൻ അങ്ങകലെ നിന്നും ഇന്നും നീ പുണർന്നൊരേ താരകം മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങൂ മണിക്കൂറുന്നേ കനവായി മിഴികളെ തഴുകാം ഞാൻ ഉറങ്ങൂ നീ ഉറങ്ങൂ. നമ്മൾ 6 പേരുടെയും പാട്ട് കേട്ടു, നമ്മൾ മത്സരം കണ്ടു. ഇനിയിപ്പോ അവരെ 6 പേരെ നമുക്കൊന്ന് സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാം. എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് ആസ്വദിക്കാൻ പറ്റിയോ അതോ എനിക്ക് ടെൻഷനായിരുന്നോ എന്നുള്ളത്. ആസ്വദിക്കാൻ എന്തായാലും പറ്റുന്നില്ലായിരുന്നു. ഒരു തരം ഒരു പെരുപെരുപ്പ്. അനുപിടിച്ചേട്ടാ, ഞാൻ ശരിക്കും ഒരു മന്ദതയിലാണ്. പുണ്യങ്ങൾ ഇത് തുടങ്ങുന്നതിന് മുന്നേ തൊട്ടേ പറയുന്നത് പുണ്യങ്ങളുടെ ഭയങ്കര ഇഷ്ടമല്ല കണ്ണടച്ചിരിക്കാൻ പോവാം. അതെ. അപ്പൊ നമുക്ക് 6 പേരെ വെൽക്കം ചെയ്യാം. അപ്പൊ ഇപ്പൊ പാടിയ 6 പേരും ഒന്ന് വരുമോ? നമ്മുടെ റിജ്വൽ, ദുർഗ, പാർത്ഥവ്, ജനീലിയ ആൻഡ് എസ്തർ. റൈക്കക്കുട്ടി, വെൽക്കം. എം ജെ അങ്കിൾ, ഉണ്ണി അങ്കിൾ, ആര്യ ചേച്ചി. യെസ്. അപ്പൊ പാട്ട് പാടി 6 പേരും ദേ സ്റ്റേജിൽ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇനി നമുക്ക് നിങ്ങളുടെ 3 പേരുടെയും ഡെസിഷൻ ആണ് അറിയേണ്ടത്. ഈ 6 പേരും നമ്മുടെ ചങ്കാണ്. ചങ്കിന്റെ ചങ്കാണ്. ഇപ്പൊ എങ്ങനെയാണ് നമ്മളിത് കാണുന്നതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു പെർഫോമൻസ് വെച്ചിട്ടാണ്. ഇതുവരെ എന്തെന്നുള്ളതല്ല, ഈ ഒരു മൊമെന്റിൽ നിങ്ങൾ ഓരോരുത്തരും പെർഫോം ചെയ്തത് എങ്ങനെയാണ്, അതിനെ മ്യൂസിക്കലി വിലയിരുത്തുമ്പോൾ എങ്ങനെയാണ്, ആ രീതിയിലേക്കാണ്. അപ്പോൾ നമുക്ക് 3 പേരെയാണ് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. അതിൽ 2 പേരുടെ കാര്യത്തിൽ നമുക്ക് കൺഫർമേഷൻ ഉണ്ട്. മൂന്നാമത്തെ ഒരാളുടെ പേരിൽ ഒരു കൺഫർമേഷനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നില്ല. അത് ഒന്നുകൂടെ അവർ രണ്ടിനും പാടിയിട്ടാണ് തീരുമാനിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ ഒരു കയ്യിലാണത്. കയ്യിലാണുള്ളത്. കൈയാണ്. അപ്പോൾ ആ 2 പേര് ആരൊക്കെയാണ് ക്യാപ്റ്റൻ? നമുക്ക് കൺഫ്യൂഷൻ ഇല്ല ആ 2 പേരുകളിൽ. അതിൽ ഒരു പേര് നമ്മുടെ ജനീലിയ ആൻഡ് പ്രൈസൺ. സോ ജനീലിയ, യു ആർ ഇൻ. അടുത്ത ഘട്ടത്തിലേക്ക് ജനീലിയും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. മീനുട്ടി, എന്തോ അടുത്തതായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് കുട്ടമണിക്കുട്ടൻ.
ആ മൂന്നാമത്തെ ഒരു പ്ലേസ് ഉണ്ടല്ലോ, അതിനു വേണ്ടിയിട്ട് ടൈ എന്ന് പറഞ്ഞല്ലോ, അത് രണ്ടുപേര് തമ്മിലാണ്. അത് നമ്മുടെ റിജ്വൽ കുട്ടനും അതുപോലെ തന്നെ എസ്തർ കുട്ടിയും തമ്മിലാണ് ആ ടൈ വരുന്നത്. അപ്പോൾ അവരിനി ഓരോ പാട്ടുകൾ പാടി ഇതുപോലെ പാടി നമുക്ക് ഇവിടെ ഒരു പെർഫോമൻസ് കഴിഞ്ഞിട്ട് നമുക്കത് തീരുമാനിക്കാൻ പറ്റും. ദുർഗുകുട്ടി ആൻഡ് റാക്കക്കുട്ടി നമ്മുടെ പൊന്നു മക്കൾസാണ്. ഒരു ഗെയിം ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ ആകുമ്പോഴത്തേക്കും അതിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. അതനുസരിച്ച് നമ്മളെല്ലാവരും പ്രവർത്തിക്കണം. അത് നമ്മുടെ സൈഡിൽ നിന്നാണെങ്കിലും അവിടെ നിന്നാണെങ്കിലും ആ രീതിയിലായിരിക്കും, അല്ലേ? അപ്പോൾ അതിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ജേർണിയിൽ ഒരു ഓഫ് ട്രാക്കിലാണ് ഇപ്പോൾ പോകുന്നത്, അത്രയേ ഉള്ളൂ. കുറച്ച് ദിവസം ഒരു ഓഫ് ട്രാക്ക്, പിന്നെ തിരിച്ച് ടോപ്പ് സിംഗറിലേക്ക് നിങ്ങൾ രണ്ടുപേരും സ്വാഗതം തന്നെയാണ്, 100% സ്വാഗതം തന്നെയാണ് കേട്ടോ. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, അതായത് എല്ലാ കുഞ്ഞുങ്ങളും നമുക്ക് ഒരുപോലെയാണ്. നിങ്ങളെല്ലാവരും നമ്മുടെ ചങ്ക്സ് ആണ്, യുനോ. അത്രയ്ക്ക് ഇഷ്ടമാണ് റൈക്കക്കുട്ടിയുടെ ഒരുപാട് നല്ല നല്ല പെർഫോമൻസസ് ഞാനിവിടെ ഇങ്ങനെ ഓർക്കാണ്. പല രീതിയിൽ അതുപോലെ എന്നെ കുറെ തമിഴ് പഠിപ്പിച്ചില്ലേ, അത് എനിക്കൊരു ഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കണേ. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, ആ അപ്പൂപ്പൻ തന്ന ഒരു ഗിഫ്റ്റ് ഇല്ലേ, ആ ഗിഫ്റ്റ് ഇവിടെ കൊണ്ടുവന്നില്ലേ, ദാറ്റ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ മൊമെന്റ് ഇൻ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6. എന്ത് തുറന്നു നോക്കട്ടെ നമുക്ക്. അതുപോലെ റൈക്കക്കുട്ടിയുടെ വോയിസ്, റൈക്കക്കുട്ടിയുടെ ഒരു വൈബ്രൻസ്, എന്തൂസിയാസം, മറ്റുള്ള കുട്ടികളുമായിട്ടുള്ള നല്ല സൗഹൃദം, അതിൻ്റെ ഒരു ഞാൻ എപ്പോഴും പറയാറുണ്ട്, അമ്മയും അച്ഛനും ഒക്കെ തരുന്നതാണ് സംസ്കാരം എന്നുള്ളത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കാര്യത്തിലാണ് റൈക്കയെ നാളത്തെ പാട്ടുകാരിയായിട്ടാണോ അല്ലെങ്കിൽ ഒരു മ്യൂസീഷ്യനായിട്ടാണോ അല്ലെങ്കിൽ ഒരു സിവിൽ സർവീസസ് എഴുതിയെടുക്കുന്ന ഒരാളായിട്ടാണോ, IAS ഓഫീസറോ അങ്ങനെ ആവാം. അങ്ങനെ പല രീതിയിൽ എത്തപ്പെടാവുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ റൈക്കക്കുട്ടി, കേട്ടോ. സോ അറ്റ് ദ മൊമെന്റ് ഐ വോണ്ട് ടു വിഷ് യു ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ദുർഗു, നമ്മൾ ഈ പുഴകൾ കണ്ടല്ലോ, പുഴകൾ ഇല്ലേ, ഈ പുഴകൾ അവർ തമ്മിൽ മത്സരമുണ്ടോ? ഇല്ല. ഓരോ പുഴയും അതിൻ്റെ തന്നെ ഫ്ലോയിൽ അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പുഴയും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഈ ഒഴുക്ക് അവസാനം അവരെ എത്തിക്കുന്നത് എവിടെയാണ്? സമുദ്രത്തിലേക്കാണ്. അപ്പം നാളത്തെ ഏതോ ഒരു സമുദ്രത്തിലേക്ക് എത്താനായിട്ടുള്ള ആദ്യ പടിയായിട്ടാണ് ദുർഗു ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6 കാണേണ്ടത്. പറഞ്ഞു മനസ്സിലായോ? ഈ വിത്തുണ്ടല്ലോ, വിത്ത് എന്ന് പറയുന്നത് മണ്ണിൻ്റെ അടിയിലല്ലേ, അല്ലേ? മേളിലല്ലേ, നമുക്ക് കാണാൻ പറ്റില്ല വിത്ത്. പക്ഷെ അത് ആ വിത്തിൽ നിന്നാണ് വലിയ 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 മരങ്ങളുണ്ടാവണേ. അപ്പം നമ്മളെപ്പോഴെങ്കിലും മണ്ണിൻ്റെ അടിയിലാണെന്ന് നമുക്ക് തോന്നലുണ്ടായാൽ അത് നമ്മൾ വിത്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ നമ്മൾ ഈ വിത്തുകളെ നമ്മൾ പാകിയിരിക്കുകയാണ് മീനുകുട്ടി. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ദുർഗു ഒരു അൾട്ടിമേറ്റ് ടാലന്റ് ആണ് നാളത്തേക്കുള്ളത്. അപ്പൊ ഇവിടുന്ന് പഠിച്ച കാര്യങ്ങളാണ് ദുർഗു മനസ്സിലാക്കേണ്ടത്. ഇവിടുന്ന് എന്തൊക്കെ പഠിച്ചു? ഇപ്പൊ ദുർഗുവിന് ഇവിടെ പാടാനുള്ള അവസരം കിട്ടിയില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു, അല്ലെ? ഈ ടോപ്പ് സിംഗറിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു, അല്ലേ? അങ്ങനെയല്ല. ഈ ടോപ്പ് സിംഗറിന്റെ ഇത്രയും നാളത്തെ ഇതില് എത്ര പാട്ടുകൾ പാടിയിട്ടുണ്ടാവും ദുർഗു? 35 പാട്ടുകൾ ഇവിടെ പാടി. എത്ര മധുരമഴകൾ പെയ്തു? 5 മധുരമഴകൾ പെയ്തു, അല്ലേ? അപ്പൊ ഇത്ര അധികം പാട്ടുകളും അതിൻ്റെ കൂടെ തന്നെ മധുരമഴകളും അതുപോലെ ഉഗ്രൻ മാർക്സും ഒക്കെ നേടി നമ്മളെ ഞെട്ടിച്ച ഒരുപാട് പെർഫോമൻസസ് ചെയ്ത ഒരാളാണ് ദുർഗു. ഒരു മധുരമഴ. It is going to be 100 on 100 today plus
3 stars. ഒരട്ടങ്ങനെ ഒരു മധുരമഴ. അപ്പൊ നമ്മളെ മൂന്നുപേരെയും മാത്രമല്ല മധുവിനെയും നമ്മുടെ മനസ്സിലൊക്കെ ഇന്നും ദുർഗുവിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അതിന് അതിരില്ലാത്തതാണെന്ന് മനസ്സിലാക്കുക. പറഞ്ഞ് മനസ്സിലായോ? ആ രീതിയിൽ അടുത്ത ദുർഗുവിന്റെ മുന്നോട്ടുള്ള ഗമനം മാച്ച് വിത്ത് കോൺഫിഡൻസ് എന്നാണ് നിങ്ങൾ പഠിക്കാൻ പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് പോസിറ്റീവായിട്ടാണ് കാണേണ്ടത്. റൈക്ക ഒരു പോസിറ്റീവായിട്ടാണ്. നമ്മൾ ഇത്രയും നാൾ നമ്മൾ ഒന്നിച്ച് ഇവിടെ ഉണ്ടായിരുന്നു. കുറച്ച് ദിവസത്തേക്ക് നമുക്കൊരു ചെറിയൊരു മാറ്റം വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ എപ്പോഴും ഏത് രാത്രിയിലും അങ്കിളിനെ വിളിച്ചാൽ അങ്കിൾ ഫോൺ എടുക്കും. എൻ്റെ അടുത്ത് ഏത് കാര്യം വേണമെങ്കിലും സംസാരിക്കാം. ഇപ്പോഴും സീസൺ 1 കുട്ടികളുമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് സംസാരിക്കാറുണ്ട്. ആദിത്യകുമാരനുമായിട്ട് കഴിഞ്ഞ ആഴ്ച കണ്ടതേ ഉള്ളൂ, പിന്നെയും കണ്ടത് എൻ്റെ വീട്ടിൽ വന്നിരുന്നപ്പോൾ. അപ്പൊ അങ്ങനെയാണ് എൻ്റെ കുഞ്ഞുങ്ങളായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. സോ വിഷിംഗ് ഓൾ ദി ബെസ്റ്റ് ടു റൈക്ക ആൻഡ് ദുർഗു. റൈക്ക ആൻഡ് ദുർഗു രണ്ടുപേരും ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസ് ആണ്. റൈക്ക ഒരു വളരെ കളർഫുൾ പേഴ്സണാലിറ്റിയാണ്. ഭയങ്കര കോൺഫിഡൻസ്, പാട്ടിലാണെങ്കിലും ശരി, സംസാരത്തിലാണെങ്കിലും ശരി, എല്ലാത്തിലും ഒരു എന്താ പറയുക, ഒരു ബ്രൈറ്റ്നെസ് ഉള്ള ഒരു മോളാണ്. അപ്പോൾ ഇത് ഇന്നിപ്പോൾ എന്നെ എക്സിറ്റ് ചെയ്യുന്നത് ഒന്നിൻ്റെയും അവസാനമല്ല, ഇതൊരു തുടക്കം മാത്രം. വലിയ വലിയ തുടക്കങ്ങളിലേക്കും വലിയ വലിയ വിജയങ്ങളിലേക്കും ആവട്ടെ ഈ ഒരു യാത്ര. ദുർഗു വളരെ ക്വയറ്റായിട്ടുള്ളൊരു കുട്ടിയാണ്. യെസ്, ഷീ ഡസൻറ്റ് എക്സ്പ്രസ് മച്ച്, ബട്ട് ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട് പാടാൻ. വളരെ സ്വീറ്റ് ആയിട്ടുള്ളൊരു വോയിസ് ഉണ്ട്. ഇതും വെച്ചിട്ട് ബഹുദൂരം സഞ്ചരിക്കാൻ പറ്റും. പക്ഷെ ഇന്നത്തെ ഒരു 2 മിനിറ്റിന്റെ പെർഫോമൻസിലാണ് ഇപ്പം നമ്മൾ ഈ ജഡ്ജ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് 100 മാർക്സ് വാങ്ങിയ ആളാണ് ദുർഗു, അല്ലേ? അപ്പോൾ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ദുർഗു ഇന്ന് തൽക്കാലമെങ്കിലും പുറത്തു പോകുന്നു. പക്ഷേ അത് പോകുന്നത് ഒരിക്കലും ഒരു തോൽവിയായിട്ട് കരുതരുത്. ദാറ്റ്സ് മൈ സിൻസിയർ റിക്വസ്റ്റ്. ഓക്കെ, ശക്തമായിട്ട് തിരിച്ചു വരും. ഇവിടെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നല്ലൊരു ഗായികയായിട്ട് വരും, നല്ലൊരു പേഴ്സണാലിറ്റി ആയിട്ട് വരും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് വിഷസ്. ദുർഗു ആൻഡ് റൈക്ക ബേബി, ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ജേർണി അല്ലേ? ഈ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിന് നിങ്ങൾക്ക് കിട്ടിയ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത്രയും അമൂല്യമാണ്, വാല്യുബിൾ ആണ്. അത് വേറെ എവിടെ ഒന്നും കിട്ടില്ല. ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നിങ്ങൾ ട്രെയിൻ ചെയ്യുന്നത്, പാട്ടുകൾ പഠിക്കുന്നത്, പുതിയ സുഹൃത്തുക്കളെ ഉണ്ടാക്കുന്നത്, ഇവിടെയുള്ള ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നത്, ടോപ്പ് ബാൻഡ്, നമ്മള് എല്ലാവരുമായിട്ട് കൂട്ടുകൂടുന്നത്, അതൊക്കെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ട് അതിൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. രണ്ടുപേരും അമേസിങ് സിംഗേഴ്സാണ്, സൂപ്പർ ടാലൻറ്റഡ് ആണ്. എൻ്റെ ഹാർട്ടിൽ നിന്ന് എനിക്കിങ്ങനെ വല്ലാത്തൊരു പെയിൻ ഫീൽ ചെയ്യുക. കാരണം എല്ലാം അറിയാം, നമ്മുടെ ഒട്ടും പരിചയമില്ലാത്ത 2 കുട്ടികളായി വന്നിട്ട് വളരെയധികം പരിചയപ്പെട്ട് തമിഴൊക്കെ പഠിപ്പിച്ച് അങ്ങനെയൊക്കെ വന്ന് അത്രയും പരിചയപ്പെട്ട് നമ്മുടെ സ്വന്തം കുട്ടികളായിട്ട് പിന്നെ ഇങ്ങനെ എക്സിറ്റ് ചെയ്യാന്നുള്ളതിൻ്റെ വിഷമമുണ്ട്. പക്ഷെ അതേസമയം ഒത്തിരി ജോയ്ഫുൾ ആണ്, ബിക്കോസ് യു ഗെറ്റ് ടു സീ ദ നെക്സ്റ്റ് ഫേസ്. സോ ഓൾ ദി ബെസ്റ്റ്. രണ്ടുപേരും നന്നായി വരട്ടെ, അടിപൊളിയായിരിക്കട്ടെ. അപ്പൊ എല്ലാവർക്കും ഒരു വലിയ കൺഗ്രാറ്റ്സ് പറയാണ്. നിങ്ങൾക്ക് രണ്ടാൾക്കാണ് കൂടുതൽ കൺഗ്രാറ്റ്സ് പറയുന്നത്. കാരണം ബാക്കിയുള്ളവരുടെ ഒരു അപ്ഗ്രേഡഡ് വേർഷനാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അഫ്കോഴ്സ് അടുത്ത സ്റ്റേജ് ആയതുകൊണ്ട് ഇതുവരെ വന്നതുപോലെ ആയിരിക്കില്ല, വേറെ ഒരു നിങ്ങളെ തന്നെ നിങ്ങൾ പരിചയപ്പെടാൻ പോവാണ്. ഈ ഇതുവരെ വന്നൊരു ജേർണി നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. പക്ഷെ നിങ്ങൾ രണ്ടാൾക്കാരാണ് ഇനി ഇവിടെ നിന്ന് ഒരു ഷെല്ലൊക്കെ മാറി പുറത്ത് വന്ന് പുതിയൊരു ജേർണി, അതെ, നിങ്ങൾ പുതിയൊരു ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പൊ തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പൊ ഇതുവരെ കിട്ടിയ എക്സ്പീരിയൻസ് വെച്ച് ഏറ്റവും നല്ലൊരു ജേർണി 2 പേർക്കും തുടങ്ങാൻ പറ്റട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ് 2 പേർക്കും കേട്ടോ. ഓക്കെ, അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പറയുന്നുണ്ടോ? எனக்கு எல்லாருக்கும் தேங்க்யூ தான் சொல்லலாம். லைக் இங்க இருக்கிற க்ரூமர்ஸ்க்கும் டாப் பேண்டுக்கும் உங்களுக்கும் மீனூட்டி சேச்சிக்கும் எல்லாருக்கும் ரொம்ப 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 தேங்க்யூ. Sweet, like a baby. Sweet. Okay.
താങ്ക് യു Thank കേട്ടോ. you. താങ്ക് യു. ബൈ ബൈ. ബൈ ബൈ. അവിടെ ഇരിക്കാം കേട്ടോ നമുക്ക് എല്ലാവർക്കും. അപ്പൊ MJ അങ്കിൾ, നമ്മൾ ഇനി ഇവര് രണ്ടുപേരും തമ്മിലുള്ള വീണ്ടും ഒരു Yes. മത്സരമാണ് കാണാൻ പോകുന്നത്. വീണ്ടും ഒരു കോമ്പറ്റീഷൻ ആണ് ഒരു കാണാൻ rematch പോകുന്നത്. ഒരു റീമാച്ച് ആണ് കാണാൻ പോകുന്നത്. ഉറപ്പായിട്ടും ഇതുവരെ ഉള്ളത് വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു. ഇത് അതിലേറെ എക്സൈറ്റഡ് ആയിരിക്കും ആർക്കാദ്യം നമ്മൾ. പാടണം? അതെ, ആർക്ക് പാടണം ആദ്യം? റിജോക്കുട്ടൻ. ആ. റിജോക്കുട്ടൻ ആദ്യം പാടും. ഓക്കെ, വിടുക. പുഴയോരഴകുള്ള പെണ്ണ്, ആലുവ പുഴയോരഴകുള്ള പെണ്ണ്, കല്ലും മാലയും മാറിൽ ചാർത്തിയ ചില്ലക്കൊലുസിട്ട പെണ്ണ്. പുഴയോരഴകുള്ള പെണ്ണ്, ആലുവ പുഴയോരഴകുള്ള പെണ്ണ്. മഴ പെയ്താൽ തുള്ളുന്ന പെണ്ണ്, മാനത്തൊരു മഴവില്ല് കണ്ടാൽ ഇളകും പെണ്ണ്. പാടത്തെ നെല്ലിനും തീരത്തെ തൈകൾക്കും പാലും കൊണ്ടോടുന്ന പെണ്ണ്. അവളൊരു പാവം പാൽക്കാരി പെണ്ണ്, പാൽക്കാരി പെണ്ണ്. പുഴയോരഴകുള്ള പെണ്ണ്, ആലുവ പുഴയോരഴകുള്ള പെണ്ണ്. കുഞ്ഞുറങ്ങും കൂട്ടിനുള്ളിൽ കൂട്ടിനു മിന്നാമിന്നീവാ, മഞ്ഞു വീഴും കാട്ടിനുള്ളിൽ തിരിച്ചുട്ടും കൊണ്ടേവാ. കുന്നിറങ്ങി കൂടി വരും കുളിർ വെണ്ണിലാവേ, കുന്നുമണിച്ചെപ്പിൽ നീ കളപം തായോ. കുഞ്ഞുറങ്ങും കൂട്ടിനുള്ളിൽ കൂട്ടിനു മിന്നാമിന്നീവാ, മഞ്ഞു വീഴും കാട്ടിനുള്ളിൽ തിരിച്ചുട്ടും കൊണ്ടേവാ. ഇത്തിരി പൂവേ വാ, പൊട്ടുകുത്താൻ വാ, ഇളനീർ കുളിരു കൊഞ്ചലായി വാ. ഇത്തിരി പൂവേ വാ, പൊട്ടുകുത്താൻ വാ, ഇളനീർ കുളിരു കൊഞ്ചലായി വാ. കണ്ണിറായി പൂമൂടും ഉണ്ണി പൂങ്കിനാവോ, കണ്ണിറായി പൂമൂടും ഉണ്ണി പൂങ്കിനാവോ. ചുണ്ടിലെ നീ പുഞ്ചിരിപ്പൂവായോ. കുഞ്ഞുറങ്ങും കൂട്ടിനുള്ളിൽ കൂട്ടിനു മിന്നാമിന്നീവാ, മഞ്ഞു വീഴും കാട്ടിനുള്ളിൽ തിരിച്ചുട്ടും കൊണ്ടേവാ. കുന്നിറങ്ങി കൂടി വരും കുളിർ വെണ്ണിലാവേ, കുന്നുമണിച്ചെപ്പിൽ നീ കളപം തായോ. കുഞ്ഞുറങ്ങും കൂട്ടിനുള്ളിൽ കൂട്ടിനു മിന്നാമിന്നീവാ, മഞ്ഞു വീഴും കാട്ടിനുള്ളിൽ തിരിച്ചുട്ടും കൊണ്ടേവാ. അങ്ങനെ ഇതാ ആ ഒരാൾക്ക് വേണ്ടിയുള്ള മത്സരവും കൂടെ ഇപ്പൊ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. MJ അങ്കിൾ, മൈ ഗോഡ്, ഇത് ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഒരു മൊമെന്റ് അല്ല. ഇങ്ങനെ ഒരു മൊമെന്റ് വരുന്നു, ഇങ്ങനെ ഒരു ടൈ വരുന്നു
രണ്ട് സൈഡിലും എൻ്റെ മക്കളാണ് എന്ന് പറയും. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ഒരു പെർഫോമൻസ് വെച്ചിട്ടില്ലേ നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഐ തിങ്ക് നമ്മൾ കുറച്ചും കൂടെ മൈറ്റ് ബി എസ്തറൂട്ടി പാടിയതായിരിക്കും നമുക്ക് കുറച്ചും കൂടെ കൺവിൻസിങ് ആവുന്നതും തോന്നും. ഓഫ്കോഴ്സ് റിജ്വൽ ഒരു അമേസിങ് ടാലൻ്റാണ്. നിങ്ങൾ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ടാണ് റിജ്വലിനെ ഉജ്ജ്വലൻ എന്ന് വിളിച്ചത്. അതുകൊണ്ടാണ് ഞങ്ങൾ റിജ്വലിനെ തേജ്വലൻ എന്ന് വിളിച്ചത്. അവൻ്റെ മുഖം കാണുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അച്ഛനുമായിട്ടും സംസാരിച്ചിട്ടുണ്ട്, അവൻ ഭാവിയിൽ വലിയൊരു പാട്ടുകാരനാവും അല്ലെങ്കിൽ മ്യൂസിക് കമ്പോസർ ആവും. അതിനെപ്പറ്റി ഒരു സംശയമില്ല. എനിക്ക് ഇപ്പോഴേ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് നിന്നെ അവിടെ. അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം റിജ്വലൻ ഇങ്ങനെ ഓർക്കും, MJ അങ്കിൾ ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ. 100% ഓർക്കും, ഒരു സംശയമില്ല. മീനുട്ട സിത്തു പഴയൊരു റിയാലിറ്റി ഷോയില് ഞാനും ശരത്തും ഒക്കെ ജഡ്ജ് ചെയ്ത് ആ റിയാലിറ്റി ഷോയുടെ ഒരു ഫൈനലിൽ പാടാനായിട്ട് വരികയാണ്. അപ്പൊ സിത്തു ഒരു പാതി വെച്ചിട്ട് ലിറിക്സോ എന്തോ മറന്നിട്ട് ഇങ്ങനെ കരഞ്ഞ് ബാക്ക് സ്റ്റേജിൽ പോവാം. പക്ഷെ അപ്പം തന്നെ എനിക്ക് അറിയാമായിരുന്നു സിത്തു ഈസ് ഗോയിങ് ടു മേക്ക് ഇറ്റ് 100%. അപ്പൊ സിത്തു ഇപ്പൊ ഇന്ന് എവിടെയാണോ നിൽക്കുന്നത്, ലോകത്തിന്റെ നെറുകിൽ നമ്മുടെ കേരളത്തിന്റെ അഭിമാനമായിട്ട് ഒരു പാട്ടുകാരിയായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് ഇവിടെയാണെന്ന് അറിയുന്നത്. അതുപോലെയാണ് ഞാൻ റിജ്വലിനെ കുറിച്ച് പറയുന്നത്. നാളെ റിജ്വൽ അങ്ങനെ ആവുന്നു. അപ്പോൾ റിജ്വൽ കുട്ടൻ ഒരുപാട് ബ്യൂട്ടിഫുൾ പെർഫോമൻസ് ഇവിടെ തന്നിട്ടുണ്ട്. പല രീതിയിലുള്ള പാട്ടുകൾ, അവൻ വേഴ്സറ്റൈലാണ്, പല രീതിയിലുള്ള പാട്ടുകൾ പാടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ഏറ്റവും അധികം ചലഞ്ചിങ് സോങ്സ് പാടിയിട്ടുള്ളത് റിജ്വൽ കുട്ടനാണ്. അപ്പൊ അതിന് റിജ്വൽ കുട്ടന് വലിയൊരു കൈയടി നമുക്ക് കൊടുക്കണം ഈ സമയത്ത്. താങ്ക് യു. He's done it and he's going to do it again and again and again and become a great musician. കേട്ടോ, ഒരു സംശയമില്ല കേട്ടോ. നമ്മൾ സ്റ്റേഡിയത്തിലെത്തി കേട്ടോ. വിക്കറ്റ് കീപ്പർ റെഡിയാണ്, ഫീൽഡ് ചെയ്യുന്ന ആൾ റെഡിയാണ്. അത് കറക്റ്റാ MJ സാർ പറഞ്ഞത്. ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള സോങ്സ് എടുത്ത് പാടിയിരിക്കുന്നത് ചിലപ്പോൾ റിജ്വൽ കുട്ടനായിരിക്കും. ബാക്കി കംഫർട്ട് സോണിൽ നിന്നിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ കളിക്കാതെ തനിക്ക് എന്താണോ പറ്റുന്നത് അതിന്റെ അപ്പുറത്തേക്കുള്ള ലിമിറ്റ്സ് ഇങ്ങനെ പുഷ് ചെയ്യാന്ന് പറയില്ലേ, ഇങ്ങനെ പുഷ് ചെയ്ത് ആ ഒരു ജേർണി, ഇത്രയും 30-35 സോങ്സ് പാടി ആ ലിമിറ്റ് ഇങ്ങനെ പുഷ് ചെയ്തിട്ടുള്ള ഒരു ജേർണിയാണ് റിജ്വൽ കുട്ടന്റെ മ്യൂസിക് എന്ന് പറയുന്നത്. വല്ലാമെന്ന് പറഞ്ഞാല് വേറെ ലെവലാവാൻ പോണ മിടുക്കനാണ് നമ്മുടെ റിജ്വൽ കുട്ടന്, ഒരു സംശയമില്ല. ഓക്കെ, കീപ് ലേണിംഗ്, കീപ് ഡൂയിങ്. ഇതുപോലെ തന്നെ മുന്നോട്ടേക്ക് പോവാം. അടുത്തൊരു ഫേസിലേക്ക് എത്തിയെന്നേ ഉള്ളൂ, ഇവിടുന്ന് എങ്ങോട്ടും പോണില്ല റിജ്വൽ കുട്ടൻ. ഓക്കെ, റിജ്വൽ കുട്ട, ഞാൻ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് പറഞ്ഞു ഒരു ഗ്രേറ്റ് മ്യൂസീഷ്യനാണ് റിജ്വൽ. അതായത് ഒരുപാട് പൊട്ടൻഷ്യലുള്ള, ഒരുപാട് മ്യൂസിക്കാലിറ്റി ഉള്ള 10 വയസ്സുള്ള ഒരു മോനാണ്. 10 വയസ്സുള്ള മോൻ ഇത്രയധികം മ്യൂസിക്കാലിറ്റി ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അത്രയധികം ഡെപ്ത് ഉള്ള മ്യൂസിക് കയ്യിലുള്ള ഒരാളാണ് റിജ്വൽ. അപ്പൊ ഈ ഒരു എക്സിറ്റ് ഒരിക്കലും മോൻ ഒരു എന്താ പറയുക ഡിസപ്പോയിന്റിംഗ് ആയിട്ട് കരുതരുത്. ഇത് ഒരു എക്സ്പീരിയൻസ് മാത്രമായിട്ട് കരുതി ഇവിടെ നിന്ന് പഠിച്ച മ്യൂസിക് can apply it anywhere else. എല്ലാ സ്ഥലത്തും വിജയിക്കട്ടെ മോൻ കേട്ടോ. ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാൻ ഇടയാവട്ടെ എന്ന് മനസ്സ് നിറഞ്ഞ് ആശംസിക്കുന്നു.
അപ്പോൾ നമ്മുടെ എസ്തർ കുട്ടി അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. റിജുൽ കുട്ട, തൽക്കാലം ഒരു ചെറിയ ഒരു ഇന്റർമിഷൻ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. ബെസ്റ്റ് ഓഫ് ലക്ക് മോനെ. താങ്ക് യു. കൺഗ്രാറ്റ്സ് മക്കളെ. എല്ലാവരെയും കാണുന്നതിൽ അങ്കിളിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നോക്കൂ എന്തോരം ബ്ലെസ്സിങ്സ് ഉള്ള ആൾക്കാരാണെന്ന് നിങ്ങൾ എല്ലാവരും. എന്താ വെച്ചാൽ ഒരു 1000ങ്ങളുണ്ട് വെളിയിൽ. നമ്മുടെ ടോപ്പ് സിംഗറിൽ ഒരു വേദിയിൽ ഒരു പ്രാവശ്യമെങ്കിലും പാടാനുള്ള അവസരം വേണമെന്ന് വെച്ചു. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ബ്ലെസ്സിങ്സ് അറിയുന്നില്ലേ മക്കളെ, വലിയ ബ്ലെസ്സിങ്സ് ആണ്. മാത്രമല്ല നമ്മുടെ ഗ്രൂമേഴ്സ്, അവർക്ക് താങ്ക്സ് പറഞ്ഞു. കുഞ്ഞുങ്ങളെ ഇങ്ങനെ സജ്ജമാക്കുന്നതിന്, മ്യൂസിക്കലി സജ്ജമാക്കുന്നതിന്. അപ്പൊ നിങ്ങളെല്ലാവരും നമ്മുടെ അഭിമാനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ഘട്ടത്തിലേക്ക് അങ്കിളിന് പറയാനുള്ളത് ഒരു ഒറ്റ സിഗ്നേച്ചർ സ്റ്റേറ്റ്മെന്റ് ആണ്. ദാറ്റ് ഈസ് ഫീൽ ഫസ്റ്റ്, സിംഗ് നെക്സ്റ്റ്. മനസ്സിലാവുന്നുണ്ടോ? ആദ്യം ഒരു പാട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റണം. ഒന്നുകൂടെ ട്രൈ ചെയ്താണ്. ഇപ്പൊ ട്രൈ ചെയ്യുന്നില്ലെന്നല്ല, എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ കുറച്ചും കൂടെ ആ പാട്ടിനെ ഫീൽ ചെയ്യണം. ഇനി പാടാൻ പോകുന്ന പാട്ടുകളൊക്കെ സ്വന്തമായിട്ട് ആദ്യം ഒന്ന് നന്നായിട്ട് അനുഭവിക്കണം, എന്നിട്ട് പാടാം. അപ്പോൾ ആദ്യം അനുഭവം പിന്നെ പാട്ട് എന്ന് പറയുമ്പോൾ ആ പാട്ട് അനുഭവം ആരിലേക്ക് എത്തും? നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തും. അവരൊക്കെ എന്തോരം സ്നേഹിക്കുന്ന ആൾക്കാരാണ് ഈ നിൽക്കുന്നത്, അല്ലേ? ഓക്കെ അല്ലേ ക്യാപ്റ്റൻ? യെസ്. അടുത്ത ഘട്ടത്തിലേക്ക് എല്ലാവരും കടന്നിരിക്കുകയാണ്. ആദ്യം തന്നെ ഒരു ബിഗ് ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് ഈ 18 പേർക്കും. അപ്പോൾ ഒത്തിരി പാട്ടുകൾ, 35ഓളം പാട്ടുകൾ പാടിയിട്ടാണ് ഈ ഒരു സ്റ്റേജിൽ എത്തിയിരിക്കുന്നത്. പലപ്പോഴും കാണുന്നത് പെർഫോം ചെയ്യുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ നമ്മളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് കേട്ടോ, വേറെ കേൾവിക്കാരെ ഇമ്പ്രസ് ചെയ്യാൻ നോക്കിയിട്ട്. പക്ഷെ അതിനേക്കാളും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ സിംഗ് ടു എക്സ്പ്രസ്, നോട്ട് ടു ഇംപ്രസ്. അതാണ് എനിക്ക് പറയാനുള്ളത്. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിങ് ജേർണി. എല്ലാ കോൺടെസ്റ്റൻസിനും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. എല്ലാവരും നല്ലോണം സ്മൈൽ ചെയ്യാം. ചിരിച്ചൊരു മുഖം കണ്ടു. ഇപ്പൊ ആർക്കും എന്താ നടക്കുന്നതെന്ന് അറിയാൻ മനസ്സിലാവാത്തൊരവസ്ഥ. So push your limits, be positive always. At any given circumstances, be positive. Okay? Good luck. അപ്പോൾ ഒത്തിരി സന്തോഷത്തിലാണ് നമ്മൾ എല്ലാവരും. ഇപ്പം എനിക്കറിയാം ആർക്കും എന്താ ഇവിടെ നടക്കുന്നതെന്നൊന്നും മനസ്സിലാകുന്നുണ്ടാവില്ല. ഇന്ന് ഈ എപ്പിസോഡ് കഴിഞ്ഞ് നമ്മളൊന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴത്തേക്കും നമ്മളൊരു അപ്ഗ്രേഡഡ് വേർഷൻ ആയിരിക്കും കാണേണ്ടിയിരിക്കുന്നത്. ഓക്കെ, അടുത്ത ലെവലിലോട്ട് നമ്മൾ പോകാൻ പോവുകയാണ്. ഇത്ര നാൾ നടന്ന പോലെയല്ല, നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 6ന്റെ പ്രീ ക്വാർട്ടറാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, എല്ലാവരും അതിനുവേണ്ടി റെഡിയായി നിൽക്കുക. ഇന്ന് നമുക്ക് തൽക്കാലത്തേക്ക് ടാറ്റ ബൈ ബൈ പറയാനുള്ള സമയമായിരിക്കുകയാണ്. ഓക്കെ, പറയാം, എല്ലാവർക്കും ഒന്നിച്ച് പറയാം ടാറ്റ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും, നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും നാളത്തെ എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുക. ഇന്ന് തൽക്കാലത്തേക്ക് ടാറ്റ ബൈ ബൈ, സീ യു.